ചേട്ടാ ഞാൻ എന്നെ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ടൊന്ന് ഞാൻ വണ്ടി ഇറങ്ങി ആ പുള്ളി വണ്ടി സിറ്റുവേഷൻ ലീവാണ് നമ്മള് ഈ പോലീസ് പോലീസ് ഹലോ സാർ സാറേ പറയൂ. എടാ കണ്ണാപ്പി അണ്ണൻ അണ്ണാ അണ്ണന്റെ മോൻ കണ്ടില്ല മുയലല്ലേ കണ്ട കണ്ണ പണ്ണന് പ്രതിയായി കേറിക്കോ. ഇത് നീ മോട്ടിച്ചോണ്ട് വന്നാണോ? ചന്ദ്രൻ ഇറ്റാച്ചി സ്നൈപ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ്. കയറാൻ പറ്റില്ല ലോക്കാണ്. എനിക്ക് ഇറങ്ങാനും പറ്റൂല. ലോക്ക 2 മണിക്കൂർ എന്റെ ജീവിതം ഇപ്പൊ മറ്റേ സീക്രട്ട് ഏജന്റ് നടക്കാം കാറിനകത്ത. ഒരു ക്യാമറ ഗ്ലാസ് വഴി എറിഞ്ഞു തരുവാണോ ഞാൻ ഇവിടുത്തെ വ്ളോഗ് ഒക്കെ ചെയ്തങ്ങ് ജീവിക്കാം. ഫുഡും അതാ ഇപ്പൊ ഹലോ ഇടിച്ച് കൊല്ലല്ലേ പോലീസിന് ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ പറ്റൂല. വണ്ടി ലോക്കാണ്. അണ്ണൻ കണ്ടില്ലേ? വണ്ടി ലോക്കാണ്. എനിക്ക് ഇറങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ കാറിലായി അത് എന്തിനു ചെയ്താലും നടക്കൂല. ക്യാരി അടിക്കുന്ന എവിടെയായിരുന്നു? കമാൻസിലോ? ക്യാരി ഏടിയാർ ഉണ്ണി കൊണ്ടാവാ. ADR ഉണ്ട്. അതെ ഇവിടെ ഞാനല്ല അണ്ണാ ഇതിപ്പോ എന്ത് ചെയ്ത ഇതിപ്പോ ഈ വണ്ടി ഇല്ലെങ്കിൽ ചന്ദ്രനും ഇറ്റാച്ചിയും സ്നൈപ്പും മറ്റേ ഇപ്പം മേളിൽ കാണിക്കും. നീ എങ്ങനെ ഇവിടെ വന്നേ? സീരിയസ് ആയിട്ട് പറ. നമ്മള് അണ്ണ ഞങ്ങൾ ഇതേ അവിടെ നിക്കുവായിരുന്നു. അണ്ണ എന്നെ പലേറ്റത് ചേസ് ചെയ്ത് ഞാൻ ഈ ഭാഗത്ത് നിക്കുവായിരുന്നേ. അപ്പോഴെന്തോ അവിടെ EMS ഇപ്പൊ ഉണ്ടായിരുന്നു. അവനായിട്ട് സംസാരിച്ചിരിക്കുവായിരുന്നു അവിടെ. കൊടുത്ത് അത് വേറെന്താ വെച്ചോ തോളത്ത് വെച്ചോണ്ടോ അണ്ണ മറ്റവൻ എങ്ങനെ വന്നെന്ന് ചോദിക്കും. നമ്മുടെ പുറകിന്റെ അടുത്ത് വന്നിട്ട് ഇവനൊക്കെ എങ്ങനെ വന്നെന്ന് ചോദിക്കണ്ട. എന്താ ബ്രോ? ഹലോ ബ്രോ ഇപ്പൊ ഇടിച്ച് പറപ്പിച്ചേനെ സാറിനെ. ഓ യോ അടുത്ത ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 15 നിന്നെ നടനാക്കാം. പോൾ മൊണ്ണ നിന്റെ പേര്. പോട്ടെ. അത് പോട്ടെ. നിന്റെ വിനു മണ്ണെണ്ണ നീ നോട്ട്. വിനു മണ്ണെണ്ണ ഏതാണ് ഇത്? ഏത് സ്റ്റേഷനിലെയാ ഇത്? എനിക്കറിഞ്ഞൂടാ. ഞാൻ വഴിപോക്കനാണ്. ഇത് കുണ്ണത്താമുക്ക് സ്റ്റേഷൻ വരുന്നോ? അത് കാണിച്ചു തരുമോ സാറേ? കാണിച്ചു തരാം. നീ അകത്തോട്ട് കയറിയാ നീട്ടി കാണിച്ചു തരാം. നീ എന്താ വെച്ചാ ചെയ്തത്? അണ്ണൻ നമുക്ക് പിന്നു മണ്ണെണ്ണ വണ്ടി കയറ്. അണ്ണൻ നേരെ പീടിയിലോട്ട്. എനിക്കൂടെ ലിഫ്റ്റ് തരുമോ? അണ്ണൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ. സാറേ എനിക്ക് പോലീസിൽ 2-3 പേരെ അറിയാം. പോലീസിനാ പിന്നെ അവിടത്തെ വേറെ. ഹലോ പീടി നേരെ 2-3 പേരെ ഇറക്കാണ്ട്. ചന്ദ്ര എവിടെ? അണ്ണാ കണ്ണനെ കൊണ്ടുപോയി. നീ എവിടെ? ചന്ദ്രനല്ല ചന്ദ്രനെ കൊണ്ടുപോയി. ഞാനിവിടെ മെയിൻ ഗാരേജിലുണ്ട്. മുതുക്കിലോ? നമ്മുടെ പഴയ മെയിൻ ഗാരേജ് അവിടെ ഉണ്ട്. ഓ അറിയാം. ചന്ദ്ര അവിടെ ഉണ്ട്. എന്തോ ബ്രോ ഗ്യാങ്ങിലൊക്കെ ഉണ്ടാ? ഗ്യാങ്ങിലുണ്ട്. അങ്ങനെ കൊള്ളാവോ ചന്ദ്രു? ഓ എന്റെ ഗ്യാങ് സത്യം പറഞ്ഞുണ്ടല്ലോ നമ്മുടെ ഗ്യാങ്ങാണ് ഈ സിറ്റിയില് ഒരു വള്ളിയും ഒരു ഇതും എടുക്കാത്ത ഒരേ ഒരു ഗ്യാങ്. ഞങ്ങൾക്ക് സിറ്റിയിലെ നീറ്റ് ഗ്യാങ് നമ്മൾ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സ്വർഗരാജ്യത്തില്. ശരിക്കും? ഓ സത്യം. നമ്മൾ ഏകദേശം നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷമായി. 4 വർഷമായിട്ട് ഇതുവരെ ഒരു ടോക്സിസിറ്റിക്കും ഒരു അടിക്കും ഇതിനുള്ള ബാൻ കിട്ടിയിട്ടില്ല നമുക്കാർക്കും. നമ്മുടെ പിള്ളേർക്കാണ് സീറോ ബാൻ. ഇപ്പൊ സ്വർഗരാജ്യ അവാർഡ്സ് ഉണ്ടായിരുന്നു. ഒരു മാസമല്ലേ വന്നിട്ട്? 1.5 മാസം മുമ്പ് അവാർഡ് ഷോ ഉണ്ടായിരുന്നു.
അവാർഡ് ഷോയില് ഈ പറയണത് ഇവിടെ ചില പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര സീനായിരുന്നു. നമ്മുടെ അടുത്തൊന്നല്ല, ആരുടെ അടുത്ത് വന്നിട്ട് ചുമ്മാ സീൻ എടുക്കുന്നുണ്ട്. അതിൽ ഒരു പ്ലെയറിനെ മാത്രം പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ. പേരെന്തരായിരുന്നു, എന്തൊരു ജർമ്മൻ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു, ഞാൻ മറന്നുപോയി. അവിടെ മറ്റേ മുതുക്കിലൊക്കെ എന്തൊക്കെയാ ഭയങ്കര സീനൊക്കെ എടുത്ത്. ഒരു പച്ച കളറിൽ അയ്യോ ഞങ്ങളുടെ അടുത്ത് തന്നെ ബ്രോ, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. ഒരു പച്ച കളർ ലൈറ്റ് കണ്ട അവന്റെ സംസാരം വാ തുറക്കുമ്പോഴേ അടിച്ച് വീക്കാൻ തോന്നൂലേ? അത് സത്യം കേട്ടോ. എനിക്ക് പലപ്പോഴും പുള്ളി ഏതോ കൊമ്പത്ത് ഗ്യാങ്ങിലൊക്കെയാണ്. എടാ അത് ഈ ഗ്യാങ്ങിന്റെ പേരിൽ ഉങ്ക് കാണിക്കണ കുറെ അമ്മമാരുണ്ട്. പക്ഷെ നമ്മുടെ ഗ്യാങ് അതുപോലൊന്നും അല്ല. നമ്മുടെ ഗ്യാങ് ഡീസന്റ് ഗ്യാങ് ആണ്. നമ്മുടെ ഗ്യാങ്ങില് ഞാൻ പിള്ളേരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു വിധത്തിലും ഈ പറയണത് പോലെ ആൾക്കാരെ ഉപദ്രവിക്കാൻ പോകരുത്. നമ്മൾ ഇവിടെ അതാണ് സത്യം പറയല് വേണ്ടത്. ഞാൻ കുറെ ഗ്യാങ്ങുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഗ്യാങ്ങിന്റെ പവറൊക്കെ യൂസ് ചെയ്ത് ചുമ്മാ ആളുകളൊന്ന് നെഞ്ചത്ത് കയറിയാണ്. ഇവിടെ നല്ല കുറെ ഗ്യാങ്ങുകളുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ കൂടപ്പുറപ്പുള്ള ഇവിടെ ഉള്ള എല്ലാരും കാണുന്നത്. നമ്മള് ഡീസന്റ് ആണ്. നമ്മള് ഈ മറ്റേ പവർ കാണിക്കുന്ന പരിപാടിയൊന്നും നമ്മളില്ല. ഇപ്പൊ പറഞ്ഞു ഞാൻ ബ്രോ, ഞാനിപ്പോ ഒരു നമ്മുടെ ഒരു ഇവിടുത്തെ സിറ്റിയിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഗ്യാങ്ങിന്റെ ലീഡറാണ്. ലീഡർ ഇതെന്താ വെച്ചാൽ എല്ലാവർക്കും ഭ്രാന്തായ ഇതെന്തോ പോലീസ് തന്നെ ഇത്. ഈ അക്രമത്തിലൊന്നും ഇടപെടരുത്. അക്രമം കാണുമ്പോ കണ്ണടക്കുക. അതാണ് എന്നെ എന്റെ ആശാൻ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ വണ്ടി ഓടിക്കുമ്പോ കണ്ണടച്ച വീഴൂലേ? ഇല്ല, നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെ കോണ പറയുന്നവരിടത്തും ഡീസന്റ് ആയിട്ട് സംസാരിക്കാൻ. അങ്ങനെ പറഞ്ഞല്ലോ, സോറി ക്ഷമിക്കണേ. അറിയാണ്ട് കോമഡി ആയിട്ട് പറഞ്ഞതാണ്. ഞാനും അങ്ങനെ തന്നെ. ഞാൻ ചിരിച്ചുകൊണ്ടാ സംസാരിക്കുന്നേ. അല്ല, ഞാനത് കോമഡി ചുമ്മാ പറഞ്ഞതാണ്. എടാ, എന്നെ ഒരു 50 പേര് ട്രിഗർ ആക്കാൻ നോക്കിയാൽ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ. മനസ്സിലായോ? ഞാൻ ട്രിഗർ ആവാം. ഈ ഇതിൽ ഏറ്റവും വേണ്ടത് മനക്കെട്ടിയാണ്. ഈ ഒരു സത്യം ഇതിനകത്ത് ഇപ്പൊ എന്റെ മുമ്പിൽ ആൾക്കാരൊക്കെ തമ്മിത്തല്ലോ. അവൻ ചാടി ഇറങ്ങിയാണ്ട് തള്ളക്ക് വിളിക്കണം. അവിടെ എന്തൊക്കെയോ ഭയങ്കര സംഭവം എടുത്ത് കാർ കയറുന്നത്. ഒരുത്തിന് ഫാമിലി പ്രോബ്ലം. നമ്മൾ കണ്ടില്ലെന്ന് കാണിക്കണം. നമ്മൾ ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം. കണ്ടോ? അത് അവരെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ കണ്ടോ പോയി കഴിഞ്ഞു. അതെ അതെ, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസ് അല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി വയ്ക്കുക. ഈ സിറ്റിയിൽ അങ്ങനെ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ അപ്പുറത്തൊരു സർവൈവൽ ഇല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമോ നിനക്ക്? ഞാൻ വെറും ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഒരു മാഷിനെയാണ് എനിക്ക് വേണ്ടത്. ജീവിതം പഠിപ്പിച്ചാൽ ഇതുപോലെ ആള് വേണം. ഞാൻ നന്നായിട്ട് ജീവിതം പഠിച്ച ഒരാളാണ്. അതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരൊക്കെ നമുക്ക് ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യം എല്ലാം കഴിയുമ്പോ നമ്മുടെ തലയിൽ വരും. മനസ്സിലായോ? നീ അല്ലടാ മറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹലോ സാറേ നമസ്കാരം. എന്തൊരു പ്രശ്നമുണ്ടോ സാറേ? ചൂട്ടാണ്. ഒരുത്തം വന്നിട്ട് ഇവിടെ പീടി വണ്ടി അടിച്ചോണ്ട് പോയി. ഫയറിംഗ് ആയി. പീടി വണ്ടിയാ? ഇതൊക്കെ കൊല്ലണം സാറേ. സാറേ പീടി വണ്ടി സാറേ, ഈ പീടി വണ്ടി വെച്ച് വേറെ എന്തൊക്കെ അക്രമങ്ങൾ കാണിക്കാൻ പറ്റും സാറേ? പെട്ടെന്ന് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ സാറേ. എന്തായാലും പിടിക്കും സാറേ. ആൾക്കാരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പേരെന്താ സാറേ? ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം സാർ. ഒരാളുടെ പേര് ചന്ദ്രബോസ് എന്നാണ് സാറേ. സാറേ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. വേറൊരാളുടെ പേരെന്താ സാറേ? മൂക്കിന്റെ തുമ്പത്തുണ്ട്. മതി. എന്തോ സാറേ കേട്ടില്ല. ആളെ കിട്ടിയാലും മതി സാറേ. ആളെ കിട്ടിയാലും സാറേ പറന്നു കിടക്കണ വണ്ടി ഇതെന്തിന്?